ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും അതുപോലെ തന്നെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഒരുപാട് പേര് കുറെ ദിവസങ്ങളിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നാണ് കോവാക്സിന് അംഗീകാരം ലഭിക്കുക, WHO അംഗീകാരം നൽകി എന്നായിരിക്കും കോവാക്സിൻ പുറത്തിറങ്ങുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്ന് മുതലാണ് ഞങ്ങൾക്ക് ഗൾഫിലേക്കൊക്കെ ഒന്ന് പോകാൻ സാധിക്കുക കോവാക്സിൻ എടുത്തവർക്ക് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. WHO അംഗീകാരം ലഭിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ എല്ലാം വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേന്ദ്ര സർക്കാർ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി കോവാക്സിൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് തവണ ഇതിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരത് ബയോടെക് WHO സമീപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പല തവണയായിട്ട് പല കാരണങ്ങളാൽ തള്ളിപ്പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. നമുക്കറിയാം, ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. ഈ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ WHO അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏപ്രിൽ തൊട്ട് തന്നെ WHO അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരത് ബയോടെക് എന്ന കമ്പനി ഇതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്, എന്നാൽ പല കാരണം കൊണ്ട് ഇത് തള്ളിപ്പോവുകയും ഇത് നീണ്ടുപോവുകയും ചെയ്ത് ഇന്ന് ഇപ്പോൾ ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ് WHO അംഗീകാരം ലഭിച്ചതോടെ ഏറ്റവും പ്രയോജനമായി മാറിയിരിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മറ്റു വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും തന്നെയാണ്. ഇതുകൊണ്ടുള്ള തടസ്സം എന്നുള്ളത് അന്താരാഷ്ട്ര വിമാനയാത്ര, അന്താരാഷ്ട്ര യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരുന്നു കോവാക്സിൻ സ്വീകരിച്ചവർക്ക്. അപ്പോൾ ആ ഒരു തടസ്സം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി വിദേശത്തേക്ക് പോകുന്നവർക്ക് ഈ കോവാക്സിൻ എടുത്തവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇതുവരെയും കോവാക്സിൻ സ്വീകരിച്ചവരെ പല രാജ്യങ്ങളും അൺവാക്സിനേറ്റഡ് ഗണത്തിലായിരുന്നു പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതുതന്നെയായിരുന്നു വിദേശയാത്ര ബുദ്ധിമുട്ടിലാക്കിയിരുന്നത്. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാന കഴിഞ്ഞ ദിവസം കോവാക്സിന് അംഗീകാരം നൽകിയിരുന്നു. ഓസ്ട്രേലിയ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ കോവാക്സിൻ അംഗീകരിച്ചതിനു പിന്നാലെയാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയും കോവിഡ് എന്നതിനായ പോരാട്ടത്തിൽ കോവാക്സിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. മൗറീഷ്യസ്, ഫിലിപ്പീൻ, നേപ്പാൾ, മെക്സിക്കോ, ഇറാൻ, ശ്രീലങ്ക, ഗ്രീസ്, എസ്റ്റോണിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളും നേരത്തെ തന്നെ കോവാക്സിന് അംഗീകാരം നൽകിയതായിരുന്നു. ഇത്തരം രാജ്യങ്ങളെല്ലാം തന്നെ കോവാക്സിന് അംഗീകാരം നൽകിയിരുന്നെങ്കിലും WHO അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു കോവാക്സിൻ സ്വീകരിച്ചവർക്ക് വിദേശയാത്ര തടസ്സം നേരിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ചതോടെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് രാജ്യാന്തര യാത്രയ്ക്കുള്ള തടസ്സം നീങ്ങുകയാണ്. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ അടിയന്തര ഉപയോഗത്തിനുള്ള വാക്സിനുകളുടെ കൂട്ടത്തിലാണ് WHO ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറെ പേരും പ്രതീക്ഷയോടെ കാത്തിരുന്ന വാർത്തയായതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.